കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി തുടരുകയാണ്. കടുംപിടുത്തം തുടരുന്ന VC രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഒഴിവാക്കി കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചു. 2 ആഴ്ചയായി മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിൽ എത്തിയില്ലെന്ന വിമർശനം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കടുപ്പിച്ചതോടെയാണ് പുതിയ നീക്കം. കേരള സർവകലാശാലയിലെ വിഷയങ്ങളിൽ ഗവർണർ ഇതുവരെ ഇടപെടാത്തത് മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടിയാണ്. കേരള സർവകലാശാലയിലെ പ്രതിഷേധ സമരങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇപ്പോഴും VC രജിസ്ട്രാർ പോര് തുടരുകയാണ്. രജിസ്ട്രാറെ മാറ്റി നിർത്തിക്കൊണ്ട് VC യോഗമൊക്കെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഗവർണർ ഈ വിഷയത്തിൽ കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ ഒരു ഇടപെടലിലേക്ക് കടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനിടെയാണ് ഇന്നിപ്പോൾ ഒരു ഹർജി എത്തുന്നത്. എന്താണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്? ഇത് ഏകദേശം 16 ദിവസത്തിന് മുകളിലായി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ട് അദ്ദേഹം ഫയലുകൾ നോക്കുന്നില്ല, വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളിൽ ഉൾപ്പെടെ സൈൻ ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം വലിയ തരത്തിൽ ഉയർന്നിരുന്നു. ഇത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. തനിക്ക് വലിയ തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് താൻ സർവകലാശാലയിലേക്ക് എത്താത്തത് എന്നുള്ളതായിരുന്നു വൈസ് ചാൻസലറുടെ വാദം. എന്നാൽ സർവകലാശാലയിൽ ഒരു പ്രശ്നവുമില്ല, VC സർവകലാശാലയിൽ എത്തണം എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രാറുടെ കാർ, ഔദ്യോഗിക വാഹനം, അത് തടയണം, താക്കോൽ വാങ്ങി ഏൽപ്പിക്കണം, ഒപ്പം തന്നെ കാർ ഗ്യാരേജിലേക്ക് മാറ്റണമെന്ന ഉത്തരവ് VC നൽകിയിരുന്നു. പക്ഷേ അത് സർവകലാശാല നടപ്പിലാക്കിയില്ല. തുടർച്ചയായി VC നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും സർവകലാശാല അവഗണിക്കുകയും തള്ളുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഫയൽ നീക്കം ഉൾപ്പെടെ തടസ്സപ്പെടുന്നു, ഭരണതലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം ശക്തമായതോടെയാണ് ഇന്നലെ രജിസ്ട്രാറെ പങ്കെടുപ്പിക്കാതെ താൻ ചുമതല നൽകിയ മിനി കാപ്പിനെ ഉൾപ്പെടുത്തി ഓൺലൈൻ യോഗം മോഹനൻ കുന്നുമ്മൽ വിളിച്ചു ചേർത്തത്. വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട യോഗമായിരുന്നു നടന്നത്. ഇങ്ങനെ വലിയ തരത്തിലുള്ള അധികാര വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നു. പിടിവാശി VC ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഗവർണർ ഇക്കാര്യത്തിൽ ഇതുവരെയും ഇടപെട്ടിട്ടില്ല. അതിനിടയിലാണ് ഇന്നലെ സിൻഡിക്കേറ്റ് അംഗമായ ഗോപകുമാർ സുരക്ഷ കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. അതിനിടയിൽ തന്നെയാണ് ഈ സ്വകാര്യ ഹർജിയും പൊതു താൽപര്യ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. എന്തായാലും അതേ ആവശ്യം തന്നെയാണ് നിലവിൽ ഹൈക്കോടതിയിൽ ഈ സ്വകാര്യ ഹർജി നൽകിയ ഹർജിക്കാരനും ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ എന്ത് തീരുമാനം കോടതി വ്യക്തമാക്കുന്നു എന്നുള്ളതും ഏറ്റവും നിർണായകമാകും. എന്തായാലും വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മുമ്പ് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം ഹൈക്കോടതി എടുക്കുന്നു എന്നുള്ളത് നിർണായകമാകും. ദിവ്യ.